നമസ്കാരം. HCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാലാ ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പാലാ ഹോസ്പിറ്റൽ, കട്ടപ്പന. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. Higher education oriented coaching and training programs. Admission to the academic year 2023 is in progress. Carmel CMI Public School, Puliyanmala. CPMന്റെ ജനകീയ പ്രതിരോധ ജാഥ ഇടുക്കിയിൽ പര്യടനം പൂർത്തിയാക്കി. ഭൂവിനിയോഗ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഇടുക്കിയിലെ മുഴുവൻ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ബഫർ സോൺ വനമേഖലയിൽ മാത്രമായി നിജപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഉറപ്പ്. സ്വപ്നയുടെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരോപണം മുഖവിലയ്ക്കെടുക്കുന്നില്ല. സ്വപ്നയുടെ ആരോപണത്തിൽ പറഞ്ഞ പേരല്ല മാധ്യമങ്ങൾ നൽകിയത്. ജാഥയെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും MV ഗോവിന്ദൻ. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ 3 BJP അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നടപടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനത്തിനെതിരെ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തതിന് 6 വർഷത്തേക്ക് BJPയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ GP രാജൻ, അംഗങ്ങളായ രാജലിംഗം, മാരി അറുമുഖം എന്നിവരെ. കുമളിയിലെ ചുരക്കുളം എസ്റ്റേറ്റിൽ തോട്ടഭൂമി മുറിച്ചുവിറ്റതിനെതിരെ നടപടിയുമായി റവന്യൂ വകുപ്പ്. നിയമ നടപടി ആരംഭിക്കാൻ അനുമതി തേടി ജില്ലാ കളക്ടർ ലാൻഡ് ബോർഡ് സെക്രട്ടറിക്ക് കത്ത് നൽകി. വാർത്തകൾ വിശദമായി. ഭൂവിനിയോഗ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഇടുക്കിയിലെ മുഴുവൻ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് കട്ടപ്പനയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ബഫർ സോൺ വനമേഖലയിൽ മാത്രമായി നിജപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഭൂപ്രശ്നങ്ങളില്ലാതെ ഇടുക്കിയിലെ ജനജീവിതം സാധാരണ നിലയിലാക്കുക എന്നത് സർക്കാരും CPMഉം നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആരെയും കുടിയിറക്കില്ല. അത് CPMന്റെ നയമല്ല. സംസ്ഥാനത്തെ ഭൂരഹിതരായ 3,42,000 പേർക്കും 3 സെന്റ് ഭൂമി വീതം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി 10,500 ഏക്കർ ഭൂമി കണ്ടെത്തി സർക്കാർ ഏറ്റെടുക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളെല്ലാം ഈ പറയുന്ന രീതിയിൽ ഒരു തരത്തിലും ജനവാസ കേന്ദ്രമായാലും അവരുടെ കൃഷിസ്ഥലമായാലും അത് വനമായി പ്രഖ്യാപിക്കുക എന്നുള്ളതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായമില്ല, പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഉറച്ച അഭിപ്രായം. ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ, പ്രത്യേകിച്ച് അവരുടെ താമസിക്കുന്ന കേന്ദ്രങ്ങളെ, അവർ കൃഷി ചെയ്യുന്ന ഇടങ്ങളെ വനമാക്കി മാറ്റുക എന്നുള്ള നിലപാടിനോട് യോജിപ്പുള്ളവരല്ല നമ്മളായിരുന്നു. പിന്നെ 1964-ലും 1994-ലും ഒക്കെയുള്ള ഭൂനിയമത്തിൽ നല്ല മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക്, കൃഷിക്കാർക്ക് കൃത്യമായിട്ട് പട്ടയം നൽകുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചത്. പട്ടയ പ്രശ്നം ഈ ഗവൺമെന്റ് പരിഹരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം 40,000 പട്ടയം കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന 30,000-ത്തോളം ആൾക്കാർ പട്ടയം കൊടുക്കാനുള്ളത്. ഈ ഗവൺമെന്റ് എല്ലാ പാവപ്പെട്ട എല്ലാ തരത്തിലും കൃഷിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പട്ടയം നൽകും എന്ന് ജാഥ ഉറപ്പ് നൽകുകയാണ്. കേന്ദ്രം കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുമ്പോൾ സംസ്ഥാനത്തെ അതിദരിദ്രരായ 64,006 കുടുംബങ്ങളെ LDF സർക്കാർ ദത്തെടുത്തു. ഇതോടെ അതിദരിദ്രരില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കും. വനിതാ ദിനത്തിൽ 20 ലക്ഷം വനിതകൾക്കാണ് തൊഴിൽ പ്രഖ്യാപിച്ചത്. 1 ലക്ഷം സംരംഭങ്ങൾ നടപ്പാകുന്നതോടെ തൊഴിലില്ലായ്മയും പരിഹരിക്കപ്പെടും. ഇതോടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പശ്ചാത്തല വികസനം തുടങ്ങി എല്ലാ മേഖലകളിലും സംസ്ഥാനം ഒന്നാമതെത്തും. ജനക്ഷേമം മാത്രം ലക്ഷ്യമിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NV ബേബി അധ്യക്ഷനായിരുന്നു. ജാഥാംഗങ്ങളായ PK ബിജു, CS സുജാത, M സ്വരാജ് തുടങ്ങിയവർ സംസാരിച്ചു. നേതാക്കളായ MM മണി, KK ജയചന്ദ്രൻ, CV വർഗീസ്, KP മേരി, റോമിയോ സെബാസ്റ്റ്യൻ, സംഘാടക സമിതി കൺവീനർ VR സജി തുടങ്ങിയവർ പങ്കെടുത്തു.
CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം ഒരുക്കി കട്ടപ്പന. റെഡ് വോളണ്ടിയർമാരും വനിതകളും കലാകാരന്മാരും അണിനിരുന്നതോടെ ചുവപ്പൻ നഗരമായി കട്ടപ്പന മാറി. സമീപകാലത്ത് ഇതുപോലെ MV ഗോവിന്ദൻ മാസ്റ്ററെ സ്വീകരിക്കാൻ രാവിലെ 8 മണി മുതൽ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും കട്ടപ്പന നഗരത്തിലേക്ക് ഒഴുകിയെത്തി. പിന്നാലെ റെഡ് വോളണ്ടിയർമാരും ചിട്ടയോടെ അണിനിരന്നു. ഇതിനിടയിൽ നാടൻ കലാരൂപങ്ങൾ മുതൽ റോളർ സ്കേറ്റിംഗ് വരെ. 11 മണിയോടെ തുറന്ന ജീപ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളന നഗരിയിലേക്ക്. സ്വീകരണ സമ്മേളനത്തിൽ 2 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 15,000-ഓളം ആളുകൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് വണ്ടിപ്പെരിയാറിൽ വൻ ജനാവലിയുടെ സ്വീകരണം. റെഡ് വോളണ്ടിയർമാരുടെയും മുത്തുക്കുട ചൂടിയ വനിതകളുടെയും വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് വണ്ടിപ്പെരിയാറിൽ സ്വീകരണം നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് വണ്ടിപ്പെരിയാറിൽ വൻ ജനാവലിയുടെ സ്വീകരണമാണ് നൽകിയത്. വണ്ടിപ്പെരിയാർ നെല്ലിമലക്കവലയിൽ നിന്നും 1500 റെഡ് വോളണ്ടിയർമാരുടെയും 250ഓളം മുത്തുക്കുട ചൂടിയ വനിതകളുടെയും വിവിധതരം കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. കുടിയിറക്കൽ നയമല്ല കുടിയിരുത്തൽ നയമാണ് LDF സർക്കാർ നടത്തിവരുന്നതെന്നും AKGയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ സമരം മൂലമാണ് കുമളി അമരാവതിയിൽ കുടിയിറക്കപ്പെട്ട ജനങ്ങൾക്ക് ഭൂമിയും നഷ്ടപരിഹാരവും ലഭിച്ചതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 10 കേന്ദ്രങ്ങളിലെങ്കിലും ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്. AKG ഉൾപ്പെടെ ഇടപെട്ടാണ് 1400-ലധികം വരുന്ന അമരാവതിയിലെ കുടിയിറപ്പുകാരെ അവർക്ക് അവസാനം കുടിക്കിടപ്പ് അനുവദിക്കേണ്ടി വന്നത് നിങ്ങൾക്കറിയാം. അത് കോൺഗ്രസ് അല്ല, ഒഴിപ്പിച്ചത് അവരും ഇരുത്തിയത് നമ്മളുമാണ്. അവരുടെ കേരളത്തിലെ പ്രത്യേകിച്ച് ഇടുക്കിയിലെ ആരെയും കുടിയൊഴിപ്പിക്കുക എന്ന നിലപാടിലേക്ക് ഞങ്ങളില്ല. എല്ലാവരെയും കുടിയിരുത്തുന്ന ഗവൺമെന്റാണ്. ഒരു സംശയവും നിങ്ങൾക്കുണ്ടാകുന്നില്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച്. അതുപോലെ കേരളത്തിലുടനീളം ഇനി ഭൂമിയില്ലാത്ത ഒരു മനുഷ്യരുണ്ടാവരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും ആർക്കും ഏത് ഗവൺമെന്റും പറയാൻ പറ്റില്ല. കേരളത്തിൽ മാത്രം സാധിക്കുന്നതാണ്. ജാഥ അംഗങ്ങളായ KT ജലീൽ, ജേക്സി തോമസ്, CS സുജാത, M സ്വരാജ്, PK ബിജു, MLA-മാരായ MM മണി, വാഴൂർ സോമൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, KP മേരി, മുൻ MP അഡ്വക്കേറ്റ് ജോയിസ് ജോർജ്, R തിലകൻ, G വിജയാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വപ്നയുടെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വപ്ന പറഞ്ഞ പേര് വിജയൻ പിള്ള എന്നാണ്. എവിടെ നിന്നാണ് ഈ പിള്ളയെ കിട്ടിയതെന്നറിയില്ല. തനിക്കറിയാവുന്നയാളല്ല ഇത്. ആരോപണം മുഖവിലേക്കെടുക്കുന്നില്ല. നമ്മൾ ആരെയെങ്കിലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുമോ എന്നും ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വപ്നയുടെ ആരോപണത്തിൽ പറഞ്ഞ പേരല്ല മാധ്യമങ്ങൾ നൽകിയത്. താൻ 1 കോടി പോലും കണ്ടിട്ടില്ല. ജാഥയെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും MV ഗോവിന്ദൻ നെടുങ്കണ്ടത്ത് പറഞ്ഞു. അല്ല, പേരൊക്കെ തിരിച്ചു കൊടുത്തത് നിങ്ങളാ. അവര് പറഞ്ഞ പേര് തെറ്റിപ്പോയി. ആ പേരല്ല, അത് ഇന്ന പേരാണ് എന്ന് പറഞ്ഞു കൊടുത്ത 2 പത്രങ്ങളിൽ ഒന്നാണ് ഇപ്പൊ ചോദിച്ചത്. ചാനലായാലും അവര് പറഞ്ഞത് വിജേഷ് പിള്ള എന്നാണ്, അല്ലേ? വിജയ് പിള്ള എന്നാണ് അവർ പറഞ്ഞത്. അപ്പോ 2 പത്രം പറഞ്ഞു വിജയ് പിള്ളയല്ല, വിജേഷ് പിള്ളയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കാം വ്യക്തിയുള്ളവരും വ്യക്തിയാക്കട്ടെ. ആദ്യം ആരാളും എനിക്കറിയുന്ന ആളല്ല.
ഞാൻ ഉറപ്പായിട്ട് പറയാണ്, എനിക്ക് അങ്ങനെ ഒരു മനുഷ്യനെ അറിയേയില്ല. പിന്നെ കണ്ണൂർ ജില്ലയിൽ പിള്ളമാരില്ല. എവിടുന്നാ ഇവർക്ക് ഈ പിള്ളയെ കിട്ടിയെന്ന് എനിക്കറിയില്ല. മനോരമ പറയുന്നത് പിള്ള എന്നല്ല, അവർ പറയുന്നത് വിജേഷ് കൊയിലോത്ത് എന്നാണ്. കൊയിലേത്ത്. ഈ വിജേഷ് കൊയിലോത്ത് എങ്ങനെയാണ് വിജേഷ് പിള്ളയായത് എന്നതായാലും നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരോടും ഞാൻ മുഖവിലക്കെടുക്കുന്നില്ല. അതിന് തെറ്റാണെന്ന് പറയണമെങ്കിൽ അതിനെന്തെങ്കിലും വേണ്ടേ വ്യവസ്ഥ? നിങ്ങളെന്തെങ്കിലും വ്യവസ്ഥ കണ്ടുപിടിക്കും. തിരക്കഥ തയ്യാറാക്കുമ്പോൾ നല്ല ഗൗരവമുള്ള തിരക്കഥ തയ്യാറാക്കണം. ഇങ്ങനെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ പൊട്ടിപ്പോകുന്ന തിരക്കഥ ഉണ്ടാക്കി എന്താ കാര്യം? എവിടെയെങ്കിലും പോകും. പിന്നെന്താ സംശയം? നിങ്ങളെന്താ വിചാരിച്ച്? സുധാകരൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കേസ് കൊടുക്കാൻ? 1000 പ്രാവശ്യം ധൈര്യമുണ്ട്, കേസും കൊടുക്കും. നിയമപരമായ എല്ലാ രീതിയിലും കൈകാര്യം. പിന്നെ ഇവരൊന്നും ഒരു ചീട്ട് വേണ്ട കേട്ടോ. ഗവൺമെന്റിനും വേണ്ട, മുഖ്യമന്ത്രിക്കും വേണ്ട, കുടുംബത്തിനും വേണ്ട, എനിക്കും വേണ്ട. ഇവരെന്തോ ഒന്ന് ഇനി പുറത്ത് കൊണ്ടുവരാൻ എന്തോ ഉണ്ടെന്നില്ല, ഒന്നുമില്ല. എല്ലാം കഴിഞ്ഞാണ്. അതുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു കാര്യവും ഇതിന്റെ മേലെ നിങ്ങൾ കൈകാര്യം ചെയ്യണ്ട. അതേന്ന് അതൊക്കെ അതന്നെയല്ലേ ഞാൻ പറഞ്ഞു, കേസ് കൊടുക്കുന്നു. നമ്മളാരെങ്കിലും കൊല്ലൊന്നും ഭീഷണിപ്പെടുത്തുമോ? വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ 3 BJP അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനത്തിനെതിരെ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തതിനാണ് നടപടി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ GP രാജൻ, 17ാം വാർഡ് അംഗം രാജലിംഗം, 1ാം വാർഡ് മാലിയിൽ നിന്നുമുള്ള അംഗം മാരി അറുമുഖം എന്നിവരെയാണ് 6 വർഷത്തേക്ക് BJPയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയോടെ മത്സരിച്ച സുരേഷ് മാനങ്കേരിക്ക് അനുകൂലമായ നിലപാട് 3 അംഗങ്ങളും സ്വീകരിച്ചിരുന്നു. BJP UDF അംഗങ്ങളുടെ പിന്തുണയോടെയാണ് സുരേഷ് മാനങ്കേരി പ്രസിഡന്റായത്. കുമളിയിലെ ചുരക്കുളം എസ്റ്റേറ്റിൽ തോട്ടഭൂമി മുറിച്ചുവിറ്റതിനെതിരെ നടപടിയുമായി റവന്യൂ വകുപ്പ്. നിയമ നടപടി ആരംഭിക്കാൻ അനുമതി തേടി ജില്ലാ കളക്ടർ ലാൻഡ് ബോർഡ് സെക്രട്ടറിക്ക് കത്ത് നൽകി. കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം മിച്ചഭൂമി ഇളവ് നേടിയ തോട്ടം മുറിച്ചുവിറ്റെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കുമളി ചുരക്കുളം എസ്റ്റേറ്റിലെ തോട്ടഭൂമി വ്യാപകമായി മുറിച്ചുവിറ്റതായി താലൂക്ക് സർവേയറും ചാർജ് ഓഫീസറും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ തുടർ നടപടിക്കായി ലാൻഡ് ബോർഡ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. അതിന്റെ അകത്ത് നമ്മൾ റിപ്പോർട്ട് വാങ്ങിച്ചതിൽ നിന്നും അത് ഒഴിവാക്കിയ ഭാഗത്താണോ മുറിച്ചു തന്നിട്ട് ഒരു സന്ദേഹം അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ലാൻഡ് ബോർഡിലേക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം തുടർ നടപടി ഉണ്ടാകും. അത് നമുക്കറിയാം, ഈ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒഴിവാക്കി കൊടുക്കപ്പെട്ട തോട്ടമാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലാണ് ഈ ഒരു നടപടി നടന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടുകയും നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അത് ലാൻഡ് ബോർഡിൽ നിന്നാണ് അതിൻ്റെ ഒരു നിർദ്ദേശം തരേണ്ടത്. കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ അതിനൊരു 3 വർഷ പരിധിയുണ്ട് ആക്ട് പ്രകാരം. ഇല്ലെങ്കിൽ ഏതെങ്കിലും കോടതി ഉത്തരവ് പ്രകാരമായിരിക്കണം. അങ്ങനെ മാത്രമേ റീഓപ്പൺ തീർപ്പാക്കിയ ഭൂപരിഷ്കരണ ലാൻഡ് സീലിംഗ് കേസുകൾ റീഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത്രയും പണികൾ നടക്കുമ്പോൾ തന്നെ നിയമലംഘനങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന വ്യാജ റിപ്പോർട്ടാണ് കുമളി വില്ലേജ് ഓഫീസർ നൽകിയത്. കളക്ടർ റിപ്പോർട്ട് തള്ളി. പുതിയ സംഘത്തെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ജീവനക്കാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ ഭൂമി വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും മരങ്ങൾ മുറിച്ചുമാറ്റുകയും ചെയ്തു. സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലത്തെ നിർമ്മാണം പൂർത്തിയാക്കി. വേണ്ടത്ര പരിശോധനകൾ നടത്താതെ 5 കോടി മുടക്കി കുമളി പഞ്ചായത്തും ഇവിടെ സ്ഥലം വാങ്ങി. നിയമവിരുദ്ധമായി മുറിച്ചുവിറ്റതാണോ എന്ന അന്വേഷണത്തിന് ലാൻഡ് ബോർഡ് സെക്രട്ടറി ഉടൻ അനുമതി നൽകും. റവന്യൂ വകുപ്പ് സീലിംഗ് നടപടികളിലേക്ക് കടന്നതോടെ ചുരക്കുളം എസ്റ്റേറ്റിൽ നിന്നും തുണ്ടുഭൂമികൾ വാങ്ങിയ മുഴുവൻ പേരുടെയും വസ്തുക്കൾ സർക്കാർ മിച്ചഭൂമിയിലേക്ക് ഏറ്റെടുക്കാനാണ് സാധ്യത. ശാന്തൻപാറയിലെ ചന്നക്കടവ് പാലം പുതുക്കി നിർമ്മിക്കാൻ നടപടിയില്ല. വീതിക്കുറവും പാലത്തിന്റെ കാലപ്പഴക്കവും അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി വാഹനങ്ങൾ മുൻപ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കുമളി മൂന്നാർ പാതയുടെ നിർമ്മാണ കാലയളവിൽ പണി കഴിപ്പിച്ച ചന്നക്കടവ് പാലത്തിന് 6 പതിറ്റാണ്ടുകളിലധികം പഴക്കമുണ്ട്. ഈ പാതയിലെ ഏറ്റവും പഴക്കം ചെന്ന പാലമാണിത്. വീതിക്കുറവിനൊപ്പം കാലപ്പഴക്കത്താൽ കൈവരികൾ തകർന്നതുമൂലം ഇവിടെ അപകടങ്ങൾ പതിവാണ്. ശാന്തൻപാറ ചന്നക്കട പാലം 1956 പണിതതാണ്. എന്നാൽ ഇപ്പോൾ അത് വീതി കുറവും ബലത്തിന്റെ പ്രശ്നവും കാലപ്പഴക്കവും കൊണ്ട് ഭയങ്കര അപകടാവസ്ഥയിലാണ്. നിരവധിയായ സഞ്ചാരികൾ ഉൾപ്പെടെ വാഹനങ്ങൾ അതിലെ കടന്നു പോകുന്നതാണ്. എന്നാൽ മിക്ക ദിവസത്തും അവിടെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ അധികാരികൾ കണ്ട പോലും കാണിക്കുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ആ പാലം പുതുക്കി പണിയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് നാട്ടുകാരുടെ ആവശ്യമായും എന്റെ ആവശ്യമായിട്ട് പറഞ്ഞു. വിനോദസഞ്ചാരികളുടേതടക്കം നിരവധി വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നു പോകുന്നത്. കുമളി മൂന്നാർ പാതയിലെ മറ്റ് പ്രധാന പാലങ്ങളെല്ലാം വീതി വർദ്ധിപ്പിച്ച് പുതുക്കി നിർമ്മിച്ചു. ഇരുവശങ്ങളിലും കൊടും വളവുകളുള്ള ചന്നക്കട പാലം മാത്രം പുനർനിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ വൈകിപ്പിക്കുകയാണെന്നാണ് ആരോപണം.
ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മാർച്ച് 11-ന് ഇരട്ടയാറിൽ വെച്ച് നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആദ്യഘട്ടത്തിൽ 2,84,00,000 രൂപയുടെ ഭരണാനുമതിയിൽ നിലവിലുള്ള പൈപ്പ് ലൈനിൽ നിന്ന് കണക്ഷനുകൾ നൽകിയിരുന്നു. ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 5,831 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ച രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് 5,645 ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകൽ, കുടിവെള്ള ശുദ്ധീകരണശാലയുടെ നിർമ്മാണം, നിലവിലെ പമ്പ് ഹൌസ് നവീകരണം, പുതിയ പമ്പ് സെറ്റും അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിക്കൽ, സംഭരണ ടാങ്കുകളുടെ നിർമ്മാണം, പ്രധാന പൈപ്പ് ലൈനുകളുടെ സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിലവിൽ ഇരട്ടയാർ ഡാമിലെ പമ്പ് ഹൌസ് നവീകരിച്ച് പമ്പ് ചെയ്യുന്ന വെള്ളം പുതിയതായി സ്ഥാപിക്കുന്ന ശുദ്ധീകരണശാലയിൽ ശുദ്ധീകരിച്ച് ഹീറോപ്പടി, കുരിശുമൂട്ടിൽപ്പടി, അടയാളക്കല്ല്, നാങ്കുതൊട്ടി, ചിറക്കൽപ്പടി എന്നീ സംഭരണ ടാങ്കുകളിൽ എത്തിച്ച് അവിടെ നിന്ന് വീടുകളിലേക്ക് എത്തിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. വൈകിട്ട് 5 മണിക്ക് ഇരട്ടയാർ ബസ് സ്റ്റാൻഡിൽ കൂടുന്ന യോഗത്തിൽ പ്രിയപ്പെട്ട ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയാണ്. പ്രിയപ്പെട്ട ഉടുമ്പൻചോല MLA MM മണിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിലാണ് ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. പ്രിയപ്പെട്ട ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണവും നടത്തുന്ന യോഗത്തിൽ നിരവധിയായ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള മറ്റ് സംഘടനകൾ എല്ലാവരും വലിയ ആഘോഷത്തോടെയാണ് ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ആദ്യമായിട്ട് ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഒരു ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. ഉടുമ്പൻചോല MLA MM മണി അധ്യക്ഷനായിരിക്കും. ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസൺ വർക്കി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദ് സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാചകവാതക വില വർധനവിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അടുപ്പ് കൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ഉപ്പുതറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഡിവൈഎഫ്ഐ ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് കെ കലേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പാചകവാതകത്തിന് അടിക്കടി വില വർദ്ധിപ്പിക്കുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. സാധാരണ ജനങ്ങളെ വലിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ഉപ്പുതറ മേഖലാ കമ്മിറ്റി ടൗണിൽ അടുപ്പ് കൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് കെ കലേഷ് കുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കഴിഞ്ഞ കാലത്തിൽ ബഡ്ജറ്റിൽ 2 രൂപ പെട്രോളിനും ഡീസലിന് 2 രൂപ സെസ് വർദ്ധിപ്പിച്ചപ്പം തന്നെ ഇവിടുത്തെ UDF യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കോടിയുമായിട്ട് 4-3 പേര് മന്ത്രിമാരുടെ മുമ്പിലേക്ക് വരുന്ന സാഹചര്യം. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ഇവർ മുമ്പോട്ട് വരാതെ ഇവർ പുറകിൽ നിന്ന് BJPക്കെതിരായിട്ട് ഒരു സമരത്തിലും മുന്നോട്ട് വരാൻ ഇവരെ കൊണ്ട് കഴിയാത്ത വിധത്തിലേക്ക് ഈ നാട്ടിലെ UDF മാറിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ രാജ്യമൊട്ടാകെ ഈ പാചകവാദത്തിനെതിരെ സമരം ശക്തമായി മുമ്പോട്ട് കൊണ്ടുവരികയാണ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സി ജ്യോതിഷ്, മേഖലാ സെക്രട്ടറി വിജേഷ് വിജയൻ, അഖിലേഷ് നായർ, TM രഞ്ജിത്ത്, മിഥുൻ മണിക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ഇനിയും അംഗത്വം ഇല്ലാത്ത തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാൻ രജിസ്ട്രേഷൻ ക്യാമ്പ് കട്ടപ്പനയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13-ാം തീയതി കട്ടപ്പന HMTA ഓഫീസിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി മിടുക്കി 2023 എന്ന പദ്ധതിയിലൂടെ ബോർഡ് തൊഴിലാളികൾക്കിടയിലേക്ക് എന്ന സൗഹൃദ കൂട്ടായ്മയിലൂടെ ഓഫീസ് ജീവനക്കാർ ജില്ലയിലെ ഓരോ മേഖലയിലും ബോധവൽക്കരണ ക്യാമ്പും അംഗത്വ രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിക്കുകയാണ്. ഇനിയും അംഗങ്ങളാകാത്തവർ ഈ ഉദ്യമത്തിലൂടെ രജിസ്ട്രേഷൻ നടത്തണമെന്നും പരിപാടിക്ക് സഹകരണവും പ്രചരണവും നൽകണമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ക്ഷേമനിധിയിൽ മോട്ടോർ തൊഴിലാളിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് HMTA ഓഫീസിൽ ഹാജരായി സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 13 ഇനം ആനുകൂല്യങ്ങളാണ് ക്ഷേമനിധി ബോർഡ് നൽകി വരുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പം ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ച് ഇക്കാര്യം വ്യക്തതയില്ലാത്തതുകൊണ്ട്, അവർക്ക് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ തൊഴിലാളികളും ഈ മേഖലയിൽ ബന്ധപ്പെട്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ വൈകിയിട്ടുള്ളത്. അപ്പോൾ ഈ രോഗാവസ്ഥയിൽ അതുപോലെ തന്നെ അംഗവൈകല്യം,
പ്രായാധിക്യം, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടണമെങ്കിൽ ഈ ക്ഷേമനിധി ബോർഡിൽ അംഗമായിരിക്കണം എന്നുള്ളൊരു പ്രത്യേക സംഗതിയുണ്ട്. അപ്പോൾ അത് കൂടുതൽ ആളുകൾ ഇത് പരിഗണിക്കുന്നില്ല, അവർക്ക് അതിനെ സംബന്ധിച്ച് ബോധ്യമില്ല. അത്തരം ഒരു അറിവില്ലാഴിയുടെ ഒരു വിഷയമുള്ളതുകൊണ്ടാണ് ഈ ക്ഷേമനിധി ബോർഡിൽ അംഗമാകാൻ ഇത്തരം ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇത്തരം ക്യാമ്പയിനുകൾ നടന്നു വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ക്ഷേമനിധി ബോർഡിലെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒരു നിർദ്ദേശവും കൂടെ ഇത്തരം ഒരു കാര്യത്തിന് ഇടപെടലിന് ആവശ്യമായി വന്നിട്ടുണ്ട്. ക്ഷേമനിധിയിൽ മോട്ടോർ തൊഴിലാളിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് ഫോട്ടോ, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, RC ബുക്ക്, വാഹന ഉടമയുടെ ആധാർ കോപ്പി എന്നിവ ഹാജരാക്കണം. വാർത്താ സമ്മേളനത്തിൽ PK ഗോപി, TR ശശിധരൻ, MK ബാലചന്ദ്രൻ, PC വർഗീസ് എന്നിവർ പങ്കെടുത്തു. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസിന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ഏലം കർഷക സെമിനാർ അണക്കരയിൽ നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഏലം കൃഷി എങ്ങനെ ശാസ്ത്രീയമായി നടത്താം, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഏലകൃഷി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം, മനുഷ്യരുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും ബാധിക്കാത്ത വിധം എങ്ങനെ ഏലം കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാം തുടങ്ങിയ വിഷയങ്ങളിൽ വണ്ടൻമേട് മാസ് എന്റർപ്രൈസസിന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ഏലം കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. അണക്കര സ്പൈസിൻ തേക്കടി ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ലീലാകൃഷ്ണൻ M അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഈ 3 വിഷയങ്ങളും നിലവിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. നമ്മൾ ആരും ആ വിഷയം ഉയർത്തുന്ന ഒരു ചലഞ്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കി ഇടപെടുന്നില്ല എന്നുള്ളത് ഗൗരവമേറിയ ഒരു വിഷയമാണ്. അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവും വേണ്ട. അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്, ഏലകൃഷിയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ കൂടി. അപ്പൊ അത്തരം ഒരു വലിയ അപകടങ്ങളിലേക്ക് പോകാതെ നമ്മുടെ ഏലകൃഷിയെ വളരെ ഗുണപ്രദമായി ഫലപ്രദമായി മനുഷ്യനും പ്രകൃതിക്കും പരിക്കേൽക്കാതെ കോട്ടം തട്ടാതെ അതിന്റെ സൗന്ദര്യവും അതിന്റെ പരിശുദ്ധിയും അതിന്റെ പവിത്രതയും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു വലിയ പരിശ്രമമാണ് മാസ് എന്റർപ്രൈസസിന്റെ നേതൃത്വത്തിലും അതുപോലെ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റുകളുടെ സംയുക്ത നേതൃത്വത്തിൽ നടത്തുന്ന ഈ സെമിനാർ. സ്പൈസസ് ബോർഡിന്റെ മികച്ച ഏലം കർഷക പുരസ്കാരം നേടിയ ബിജു P ജോസഫ്, മനോജ് ഇടമത്തുകാട്ടിൽ എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നീർണാങ്കുന്നേൽ, സ്പൈസസ് ബോർഡ് മുൻ വൈസ് ചെയർമാൻ സ്റ്റെനി പോത്തൻ, ചക്കുപള്ളം കൃഷി ഓഫീസർ പ്രിൻസി ജോൺ, മാസ് MD TT ജോസ്, സാബൂസ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കൃഷി ശാസ്ത്രജ്ഞരായ ഡോക്ടർ മുരുകൻ, ഡോക്ടർ SJ രമ്യ എന്നിവർ സെമിനാറിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്നു വന്ന ഉത്രം തിരുനാൾ മഹോത്സവത്തിന് കൊടിയിറങ്ങി. ആറാട്ട് ഘോഷയാത്രയോടെയാണ് ഉത്സവത്തിന് സമാപനം കുറിച്ചത്. ഈ മാസം 2-ാം തീയതി വ്യാഴാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി MN ഗോപാലൻ തന്ത്രികൾ കൊടിയേറ്റിയതോടെയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് വിവിധ ദിനങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ പ്രത്യേക പരിപാടികളും നടന്നു. പ്രധാന ദിവസമായ 8-ാം തീയതി 5 കരകളിൽ നിന്നുമെത്തിയ ഘോഷയാത്രകളാണ് ഇടുക്കി കവലയിൽ സംഗമിച്ച് ടൗണിലൂടെ ഘോഷയാത്രയായി കടന്നുപോയത്. അവസാന ദിവസം നടന്ന ആറാട്ട് ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഘോഷയാത്ര തിരികെ ക്ഷേത്രത്തിലെത്തിയതോടെ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം കൊടിയിറക്കി. വലിയ കണ്ടങ്കരയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. തുടർന്ന് ആറാട്ട് സദ്യയും നടത്തി. നിരവധി ഭക്തരായിരുന്നു ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയത്. സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാകുക എന്ന ഉദ്ദേശത്തോടെ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് പടമുഖം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന നമുക്കൊരു വയർ പദ്ധതിയുടെ ഉദ്ഘാടനം മുരിക്കാശ്ശേരി സ്നേഹമന്ദിരത്തിൽ നടന്നു. KCC ഫൊറോന ചാപ്ലൈൻ ഫാദർ റെജി മുട്ടത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് പടമുഖം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവുക എന്ന ഉദ്ദേശത്തോടെ നമുക്കൊരു വയർ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുരിക്കാശ്ശേരി സ്നേഹമന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം KCC ഫൊറോന ചാപ്ലിൻ ഫാദർ റെജി മുട്ടത്തിൽ നിർവഹിച്ചു.
സമൂഹം ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ മാറ്റി നിർത്തിയ ആളുകളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ആക്കി ചേർത്തുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും അവർക്ക് വേണ്ടി ജീവിക്കുവാനും ഒക്കെ മനസ്സ് കിട്ടുക, അതൊരു ക്രൈസ്തവ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഒരു അടയാളം കൂടിയാണല്ലോ. KCC ഫൊറോന സെക്രട്ടറി NC ജോൺസൺ അധ്യക്ഷനായിരുന്നു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D ക്ലാർക്ക് സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ സ്റ്റെഫിൻ സാബു വെളുപ്പറമ്പിൽ, സുജ ജോബി, സിബി മാത്യു, ലിസി കുര്യൻ, ഷൈനി രാജു തുടങ്ങിയവർ സംസാരിച്ചു. പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ രാജു VC, അതിരൂപത പാസ്റ്റൽ കൌൺസിൽ അംഗം റെജി കപ്ലങ്ങാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്നേഹമന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലിസി അഗസ്റ്റിനെ പൊന്നാടയണിയിച്ച് ഭാരവാഹികൾ ആദരിച്ചു. തുടർന്ന് സ്നേഹമന്ദിരത്തിൽ KCC ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്നേഹവിരുന്നും നടന്നു. ഉപ്പുതറ കാറ്റാടിക്കവല ഗവൺമെന്റ് ഹരിജൻ വെൽഫെയർ UP സ്കൂളിന്റെ 68ാമത് വാർഷിക പൊതുയോഗവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പീരുമേടി MLA വാഴൂർ സോമൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയുടെ തോട്ടമേഖലയിലെ വിദ്യാർത്ഥികൾക്ക് 68 വർഷമായി വിദ്യാഭ്യാസം പകർന്നു നൽകിയ സർക്കാർ വിദ്യാലയമാണ് കാറ്റാടിക്കവല ഗവൺമെന്റ് ഹരിജൻ വെൽഫെയർ UP സ്കൂൾ. സ്കൂളിന്റെ 68ാമത് വാർഷിക പൊതുയോഗവും യാത്രയയപ്പ് സമ്മേളനവുമാണ് സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചത്. പീരുമേടി MLA വാഴൂർ സോമൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ പോരായ്മകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ സ്കൂളിന്റെ ചില ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തുമായി ആലോചിച്ച് ചെയ്യാനാവുന്ന സഹായങ്ങൾ എന്താണെന്നുള്ളത് നോക്കി ചെയ്യാമെന്ന് പറയുന്നു. കനവ എന്ന പേരിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പീരുമേട് സബ് ജില്ലാ LP കിഡ്സ് മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കും മറ്റ് പഠന പാഠ്യേതര രംഗത്ത് കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും യോഗത്തിൽ അനുമോദനം നൽകി. അധ്യാപക രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച് വിരമിക്കുന്ന അധ്യാപിക ബെറ്റി പോളിനെ ആദരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് MH സലീന, PTA പ്രസിഡന്റ് R ബിജുമോൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ സത്യനാഥ്, ഓമന സോദരൻ, IB പൌലോസ്, PTA വൈസ് പ്രസിഡന്റ് രമ്യ മോൾ KK, PTA പ്രതിനിധി സജി ജോൺ, സ്റ്റാഫ് സെക്രട്ടറി ബെറ്റി പോൾ, രാജേന്ദ്രൻ കാനത്തിൽ, മറ്റ് അധ്യാപകർ, അനധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. 1.5 ഏക്കർ കൃഷിയിടത്തിൽ പയർ കൃഷിയിൽ വിജയക്കൊടി പാറിച്ച ഇരട്ടയാർ നാങ്കുതൊട്ടി സ്വദേശി ബിജു. കാലാവസ്ഥാ വ്യതിയാനവും വിലത്തകർച്ചയും പ്രതികൂലമായിട്ടും കൃഷിയോടുള്ള സ്നേഹമാണ് ബിജുവിനെ കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. കൃഷിയിടത്തിലേക്കെത്തിയാൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച. 1.5 ഏക്കറോളം കൃഷിയിടത്തിൽ നിറഞ്ഞുകിടക്കുന്ന പയർ കൃഷി. ഇരട്ടിയാർ നാങ്കുതൊട്ടി സ്വദേശി ഇലഞ്ഞിക്കൽ ബിജുവിന്റെ കൃഷിത്തോട്ടം ഇപ്പോൾ ഏറെ വ്യത്യസ്തമാണ്. കൃഷിയിൽ നിന്ന് ലാഭം ലഭിച്ചിട്ടല്ല, മറിച്ച് കൃഷിയോടുള്ള ഇഷ്ടമാണ് കഴിഞ്ഞ 8 വർഷമായി ഈ കൃഷി തുടരാൻ ബിജുവിനെ പ്രേരിപ്പിച്ചത്. വള്ളിപ്പയർ, ബീൻസ് എല്ലാം ഈ കൃഷിയിടത്തിലുണ്ട്. മാത്രമല്ല ഏലവും മറ്റ് നാണ്യവിളകളുമെല്ലാം ബിജുവിന്റെ കൃഷിയിടത്തിൽ സുലഭമായി വിളയുന്നു. ജൈവ രീതിയിലാണ് കൃഷി ചെയ്യാൻ താല്പര്യമെങ്കിലും പൂർണ്ണമായും ഒരു കൃഷിയും ജൈവ രീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് ബിജു പറയുന്നത്. പയർ ചെടികൾ വളരുമെങ്കിലും കീടബാധകളെ തുരത്താൻ രാസവളങ്ങൾ ചെറിയ തോതിൽ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ 125 കിലോയോളം പയർ ലഭിക്കുന്നു. സീസൺ സമയങ്ങളിൽ ഇത് 300 കിലോ വരെ എത്തും. ഇതിൽ നിന്നും മിച്ചം വെക്കാൻ ഉണ്ടാവില്ലെന്നാണ് ബിജുവിന്റെ വാദം. ഒരു പ്രത്യേക ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അല്ല മെച്ചപ്പെട്ട ഒരു ലാഭകരമായ കൃഷിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇതിന് നമുക്ക് തുച്ഛമായ വിലയാണ് ലഭിക്കുന്നത്. വിലയിടിവ് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് വില ഇടിവ് കിട്ടുമ്പോൾ കുറഞ്ഞു വരുമ്പോഴും സാധാരണ ജനങ്ങൾക്ക്, ഉപഭോക്താക്കൾക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അവർക്ക് ഇപ്പോഴും മുന്തിയ വില കൊടുത്താണ് അവരിത് മേടിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ കർഷകന് അതിന് അർഹമായ
വില ലഭിക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. മറ്റൊന്ന് ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും മഴയുടെ കുറവ്, വെള്ളത്തിൻ്റെ ദൗർലഭ്യം. ഇപ്പം തന്നെ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ അതിശക്തമായ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്നുകളുടെ വിലവർദ്ധനവും ഇതിന് കാരണമായി ബിജു ചൂണ്ടിക്കാട്ടുന്നു. കൃഷിക്ക് ആവശ്യമായ മരുന്നിന് 600 രൂപയ്ക്ക് മുകളിലേക്കാണ് വില. കൃത്യമായ സമയങ്ങളിൽ പയർ പറിച്ചില്ലെങ്കിൽ ഇവ നശിച്ചു പോകുന്ന സ്ഥിതിയുമുണ്ട്. ശക്തമായ കാറ്റിൽ പൂക്കൾ കൊഴിയുന്നതും വിളവിനെ സാരമായി ബാധിക്കുന്നു. ഇപ്പൊ ഈ കാണുന്ന പയറിന്റെ ഈ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. കാരണം ജൈവം എന്ന് പറയുമ്പോൾ അത് ചിലപ്പം ഈച്ച കുത്തിയതും പുഴു കടിച്ചതും ഒക്കെ ഉണ്ടാവാം. അതൊന്നും ആൾക്കാർക്ക് മേടിക്കാനും ഉപയോഗിക്കാനും താല്പര്യമില്ല. നല്ല ഷേപ്പും ഒക്കെയാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. ആ നിലയ്ക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറേ രാസവളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാലും പരമാവധി ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതും ഒരു പ്രശ്നമാണ്, പ്രതിസന്ധിയുണ്ട്. എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് തീരേണ്ട ഒരു മരുന്ന് ജൈവ കീടനാശിനി മേടിച്ചാൽ 500 രൂപ 600 രൂപ. അപ്പോൾ അതങ്ങനെ അതിലും നമുക്ക് മെച്ചപ്പെട്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരം കൃഷികളെയൊക്കെ കൃഷിഭവനോ മറ്റ് ഏജൻസികളോ സർക്കാർ സംവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും സഹായങ്ങൾ എത്തിക്കുകയും ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിലക്കുറവും ഈ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. 35 രൂപയാണ് 1 കിലോയ്ക്ക് ലഭിക്കുന്ന വില. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും താൻ കൃഷി ഉപേക്ഷിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ബിജു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലേല വിവരം. ആകലോട്ട് 203, വിൽപ്പനയ്ക്ക് വന്നത് 51,945, വിൽപ്പന നടന്നത് 47,300, കൂടിയ വില 2,421, ശരാശരി വില 1,476. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 480 രൂപ, ഏലം കൂടിയ വില 1,300, ശരാശരി 1,100. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 190 രൂപ, ഗ്രാമ്പൂ 800 രൂപ, കൊക്കോ 50 രൂപ, റബ്ബർ 145 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,140 രൂപ, വെള്ളി ഗ്രാമിന് 67 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാല ഹോസ്പിറ്റലിൽ ഡോക്ടർ G. ദയാസുധൻ MBBS MD-യുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പാല ഹോസ്പിറ്റൽ, കട്ടപ്പന. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. Higher education oriented coaching and training programs. Admission to the academic year 2023 is in progress. Carmel CMI Public School, Puliyanmala. CPM-ന്റെ ജനകീയ പ്രതിരോധ ജാഥ ഇടുക്കിയിൽ പര്യടനം പൂർത്തിയാക്കി. ഭൂവിനിയോഗ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഇടുക്കിയിലെ മുഴുവൻ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ബഫർ സോൺ വനമേഖലയിൽ മാത്രമായി നിജപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഉറപ്പ്. സ്വപ്നയുടെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരോപണം മുഖവിലയ്ക്കെടുക്കുന്നില്ല. സ്വപ്നയുടെ ആരോപണത്തിൽ പറഞ്ഞ പേരല്ല മാധ്യമങ്ങൾ നൽകിയത്. ജാഥയെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നും MV ഗോവിന്ദൻ. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ 3 BJP അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നടപടി
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനത്തിനെതിരെ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തതിന് 6 വർഷത്തേക്ക് BJPയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ GP രാജൻ, അംഗങ്ങളായ രാജലിംഗം, മാരി അറുമുഖം എന്നിവരെ. കുമളിയിലെ ചുരക്കുളം എസ്റ്റേറ്റിൽ തോട്ടഭൂമി മുറിച്ചുവിറ്റതിനെതിരെ നടപടിയുമായി റവന്യൂ വകുപ്പ്. നിയമ നടപടി ആരംഭിക്കാൻ അനുമതി തേടി ജില്ലാ കളക്ടർ ലാൻഡ് ബോർഡ് സെക്രട്ടറിക്ക് കത്ത് നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.